പ്രിയപ്പെട്ട മോനുകളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. എൻ്റെ ജോലി എന്താണെന്നറിയോ? രാവിലെ എണീറ്റാൽ ഉടനെ ഇങ്ങനെ മറിച്ചു നോക്കൂ. എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ രാവിലെയുള്ള ജോലി. ഇതൊരാൾ പറഞ്ഞ ഒരു വിഷയമാണ്. എനിക്ക് രാവിലെ എണീറ്റാലുള്ള ജോലി ഇതാണ്. രാവിലെ എണീറ്റ് എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്, ഇന്ന് മരണമില്ലേ എന്നൊക്കെയുള്ള ചോദ്യം. പടച്ചറബ് പുറത്തു കൊടുക്കട്ടെ. ഈ മരണപ്പെട്ടവരുടെ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ പൈസക്കാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് എളുപ്പമല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ വീഡിയോ ചെയ്ത് നോക്ക്, എത്ര പൈസ കിട്ടുന്നുണ്ടെന്ന് നോക്കിക്കോ. ഈ മരിച്ചതും ആത്മഹത്യ ചെയ്തതും ആക്സിഡന്റ് കേസും ഇതൊന്നും യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നുമില്ല, പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. ആത്മഹത്യ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ വാണിംഗ് വരും. അപ്പോൾ അങ്ങനെ കരുതുന്നവർ ഈ വീഡിയോ കാണണ്ട. ഞങ്ങളെ വീഡിയോ കാണേണ്ടവർ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹമുള്ളവർ കണ്ടാൽ മതി. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ, നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകാൻ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകാനാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. അപ്പോൾ നിങ്ങൾ കരുതും, ഈ മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നതല്ലേ? പ്രിയപ്പെട്ടവരെ, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും. പടച്ച റബ്ബ് സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചു വരുത്തിക്കുന്ന ഒന്നല്ല. അതിൻ്റെ സമയവും കാലവും നമുക്കറിയില്ല. ഏത് നിമിഷവും മരണം കടന്നു വരാം. ഞാൻ ഈ ഇരുപ്പിൽ തന്നെ ചിലപ്പോൾ മരണപ്പെടാം. അപ്പോൾ നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കുണ്ടാകുന്ന ആ ഒരു മരണഭയമുണ്ടല്ലോ, അത് മാറിക്കിട്ടും. എന്താ കാരണം? നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോണ്ടേ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളും മരണവുമായി മുഖാമുഖം നിൽക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ബേജാറ്, വെപ്രാളം ഒരുപാട് ഒഴിവായി കിട്ടും. ആരും ഇത് പുച്ഛത്തോടെ കാണണ്ട. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്നു, പെട്ടെന്ന് നമുക്കൊരു ഇന്റർവ്യൂ കിട്ടുന്നു, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ ആ ഇന്റർവ്യൂവിൽ പൊട്ടും. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ നമ്മൾ ആ ഇന്റർവ്യൂക്ക് വേണ്ടി തയ്യാറെടുത്ത ഒരു മനുഷ്യനാണെങ്കിലോ നമുക്കൊരു ഭയവും ഉണ്ടാവില്ല, പേടിയും ഉണ്ടാവില്ല. ആ ഇന്റർവ്യൂവിൽ നമ്മൾ ജയിക്കുകയും ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരു നിമിഷമെങ്കിലും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, മരണത്തെക്കുറിച്ച് ഓർക്കണം. നമ്മൾ മരണപ്പെട്ട് ഖബറിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു സംഭവം നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും. ഒരു ചെറുപ്പക്കാരനായ യുവാവ്, പിന്നെ ഒരു ഉമ്മയും, ഈ ഉമ്മയും മകനും മരണപ്പെട്ടിരിക്കുന്നത് ഷോക്കേറ്റാണ്. പടച്ച റബ്ബ് അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ആമീൻ. നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഉള്ള മരണം, ഒരു ഭർത്താവും ഭാര്യയും ഒരേ ദിവസം മരണപ്പെടുകയാണ്. ചിലരൊക്കെ വെറുതെ പറയാറുണ്ട്, ഭർത്താവിനോട് പറയും നിങ്ങൾ മരിക്കുമ്പോൾ കൂടെ എനിക്കും വരണമെന്ന്. ഇതിപ്പോൾ അതുപോലുള്ളൊരു മരണം. ഭാര്യയുടെ മയ്യത്ത് നിസ്കാരത്തിന് ഒരുങ്ങുകയാണ് ഭർത്താവ് എന്നത്, അതിനിടയിലാണ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബിൻ്റെ ആ ഒരു മരണക്കിണി ഒന്ന് നോക്കിയേ. ഭർത്താവിന് 76 വയസ്സും ഭാര്യയ്ക്ക് 62 വയസ്സും. മലപ്പുറത്താണ് സംഭവം. ഭാര്യയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഭർത്താവ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതും പള്ളിയിലാണ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ച കൂട്ടിൽ നായക്കത്ത് റംലയുടെ മയ്യത്ത് നമസ്കാരത്തിന് ഒരുങ്ങവേ ഭർത്താവ് ചാലിൽ മൊയ്തീൻ 76 വയസ്സ് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ ആഖിറം പടച്ച റബ്ബ് വെളിച്ചമാക്കി കൊടുക്കട്ടെ, ആമീൻ. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. കൂട്ടിൽ ജുമാ മസ്ജിദിലായിരുന്നു റംലയുടെ മയ്യത്ത് നമസ്കാരം. മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ആളുകൾ മുഴുവൻ പള്ളിയിൽ കയറി കഴിഞ്ഞു. നിസ്കാരം ആരംഭിക്കാൻ നേതൃത്വം നൽകാൻ നിൽക്കെ ഇവരുടെ ഭർത്താവ് മൊയ്തീന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഇവരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടച്ച റബ്ബിന്റെ ആ ഒരു വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു. പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നീട് മകൻ സലീമാണ് ഉമ്മയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. നേതൃത്വം നൽകാൻ ഉപ്പ നിൽക്കവെയാണ് ഉപ്പ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ.
അവിടെയുള്ള വിവിധ പള്ളികളുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 കൂട്ടിൽ മഹൽ ജുമാ മസ്ജിദിൽ മൊയ്തീന്റെ മയ്യത്ത് നിസ്കാരം നടന്നു. മയ്യത്ത് നിസ്കരിക്കാൻ പോയ ആളുടെ മയ്യത്ത് മറ്റൊരാളെ നിസ്കരിക്കുകയാണ്. ഇതാണ് മരണം. ചില മരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ചിലതൊക്കെ നമുക്ക് പഠിക്കാനും കൂടിയാണ്. പടച്ചറബ്ബ് അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ആമീൻ. ചിലർക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുമ്പോൾ തമാശയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരണത്തെക്കുറിച്ച് ചിന്തിക്കും. അത് എപ്പോഴാണെന്നറിയോ? മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു ദിവസം ഏതാണെന്നറിയോ? നമ്മൾ മരണവുമായി അഭിമുഖീകരിക്കുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുക. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കും. ആ സമയത്ത് നമുക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളൊരു വെപ്രാളമായിരിക്കും. അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തി സക്കറാത്തിന്റെ ആ വേദനയിൽ നമുക്കിതൊന്നും ചെയ്യാനും പറ്റില്ല. പടച്ചറബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ, ആമീൻ. വേങ്ങരയിലെ യുവാവ് മരണപ്പെട്ടത് ഷോക്കേറ്റാണ്. അതും നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന യന്ത്രത്തിൽ വെച്ചാണ് ഷോക്കേറ്റത്. നമ്മൾ കാർ വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന യന്ത്രമുണ്ടല്ലോ, ആ ഒരു യന്ത്രത്തിൽ നിന്നാണ് ഷോക്കേറ്റ് ഈ യുവാവ് മരണപ്പെടുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കോരംകുളങ്ങര ഇസ്മായിലിന്റെ മകനാണ് ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നത്. വണ്ടി കഴുകുന്ന മെഷീനിൽ നിന്നാണ് ഷോക്കേറ്റ് മരണപ്പെട്ടത്. അടുത്തൊരു ഉമ്മ മരണപ്പെട്ടത് എങ്ങനെയാണ്? അതും വളരെ നിസാരമായി തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു മരണം. ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് തേങ്ങയിടാൻ പോയതാ, അതിനിടയിൽ ഷോക്കേറ്റ് മരിക്കുക. അത് എങ്ങനെയായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക? ഇരുമ്പ് തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടി ഈ ഉമ്മ ഷോക്കേറ്റ് മരണപ്പെടുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, ഇരുമ്പ് തോട്ടി ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഇലക്ട്രിക്കൽ ലൈനിൽ തട്ടിയാൽ ഇരുമ്പിലൂടെ നമുക്ക് ഷോക്കടിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. പടച്ചവന്റെ മരണക്കണിയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അസംഭവ്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യണം. വൈദ്യുതി കമ്പിയോട് ചേർന്നാണ് തെങ്ങ് നിൽക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടച്ചറബ്ബിന്റെ വിളിക്ക് ആ ഉമ്മക്ക് ഉത്തരം നൽകേണ്ടി വന്നു. പടച്ചറബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ആമീൻ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ മരണം ഇതുപോലെ കീറി മുറിക്കാൻ ഇടവരുത്തല്ലേ റബ്ബേ. നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകുന്നത്. പടച്ചറബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. അതിൻ്റെ ഒരു ബർക്കത്തും പ്രതിഫലവും തീർച്ചയായും റബ്ബിൻ്റെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, അല്ലാഹ് പടച്ചറബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെ മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മയൊന്നും ഇതുപോലെ കീറിമുറിക്കാനുള്ള ഇടവരുത്തല്ലേ റബ്ബേ. പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും നമ്മളെയൊക്കെ രക്ഷിക്കണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. ആക്സിഡന്റ് പോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. ആരോഗ്യം കൊടുക്കണ റബ്ബേ, ആഫിയത്ത് കൊടുക്കണ റബ്ബേ, ദീർഘായുസ് നീ കൊടുക്കണ റബ്ബേ. ഇപ്പോഴത്തെ റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. അത് റബ്ബേ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബേ. ഒരുപാട് പേര് നമ്മോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. അവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബേ. അവരുടെ നല്ല മുറാദുകൾ നീ സ്വീകരിക്കണ റബ്ബേ. അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റി സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബേ, റഹ്മത്തേകണ റബ്ബേ, ഇസ്സത്തേകണ റബ്ബേ. പുറത്ത് റബ്ബേ, ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തണ റബ്ബേ. റബ്ബേ, ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ. ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബേ. ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ. ആരെക്കൊണ്ടും പറയിപ്പിക്കാത്ത ജീവിതം നീ കൊടുക്കണ റബ്ബേ.
ഉപ്പയില്ലാത്ത വിഷമം നീ അറിയിക്കല്ലേ റബ്ബേ. ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ നല്ല മക്കളായി ജീവിക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണ റബ്ബേ. അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ. അപ്പോഴത്തെ റബ്ബേ, നമ്മുടെ മക്കൾ കാരണം നമ്മൾ ആരുടെ മുന്നിലും നാണം കെടാൻ ഇടവരുത്തല്ല റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നാടിനും വീട്ടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബേ. മക്കൾ കാരണം നമ്മൾ അഭിമാനിക്കാവുന്ന മക്കളാക്കി തരണ റബ്ബേ. ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. മക്കളെയൊക്കെ സ്വാലിങ്ങളായി വളർത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് അവർക്കും നൽകണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് നൽകണ റബ്ബേ. നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. നമ്മുടെ ഈ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. അതിൻ്റെ ഒരു പ്രതിഫലം പടച്ച റബ്ബ് നിങ്ങൾക്കും നൽകും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.